സുഹൃത്തുക്കളെ, നമ്മുടെ തൃശ്ശൂരിലെ 4 വോട്ട് കിട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് പറയുന്നൊരു വലിയ അങ്കലാപ്പിലാണ് നമ്മുടെ സുരേഷ് ഗോപി ചേട്ടനും ഒപ്പം തന്നെ കൂട്ടാളികളും. ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ നമ്മുടെ BJP മുഴുവൻ. കാരണം മുരളീധരൻ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരൻ, മുരളീധരന് ഒരു ചെറിയ പ്രത്യേകത ഉള്ളത്, അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടാവുന്ന വോട്ടുകൾ മുഴുവൻ അദ്ദേഹം പിടിക്കും. അങ്ങനെ അദ്ദേഹം പിടിക്കുകയാണെങ്കിൽ പിന്നെ കോൺഗ്രസിൻ്റെതായിട്ട് നമ്മുടെ BJPക്ക് പോകേണ്ടിരുന്ന വോട്ടുകളൊന്നും പോകില്ല. അങ്ങനെ പോവാണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ ജയിക്കില്ല. ഇതൊരു വലിയ കൺഫ്യൂഷൻ ആയിരിക്കുകയാണ് നമ്മുടെ സുരേഷ് ഗോപിയും കൂട്ടുകാരും. അതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെ വോട്ടൊക്കെ സംഘടിപ്പിക്കാന്നാണ്. ഇപ്പോൾ ഒരു പത്മഭൂഷൺ ഞാൻ നിങ്ങൾക്ക് തരണമെങ്കിൽ ഒരു അനുഗ്രഹം തന്നാൽ മതി എന്ന് പറഞ്ഞ ഏർപ്പാടിലൊക്കെ ഇപ്പം ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഥകളി ആചാര്യൻ, നമ്മുടെ ഗോപിയാശൻ, അദ്ദേഹത്തിനോട് കിട്ടാവുന്ന രീതിയിലൊക്കെ ഒരു അനുഗ്രഹം വാങ്ങിക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ. 2 ഗോപിമാരാണ്, പക്ഷെ രണ്ടുപേരും വളരെ വ്യത്യസ്തരാണ്. സംഗതി നടക്കുന്ന ഇങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ മോനോട് ഒക്കെ ഞാൻ നാളാണ്ട് വരട്ടെ, ഗോപിയാശന്റെ ഒരു അനുഗ്രഹം വേണം, ഒരു ഫോട്ടോ വേണം, ഗോപിയാശൻ അനുഗ്രഹിക്കുന്നു. അപ്പോൾ പിന്നെ അത് പ്രചരിപ്പിക്കാൻ സാധിക്കും നമ്മുടെ ഈ BJP കൂട്ടങ്ങൾക്ക്. ഗോപിയാശൻ അനുഗ്രഹിച്ചിരിക്കുന്നു, ഗോപിയാശൻ നമ്മുടെ സുരേഷ് ഗോപി ചേട്ടനൊപ്പമാണ്, സുരേഷ് ഗോപി ചേട്ടനൊപ്പമായതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഇവിടെ സുരേഷ് ഗോപി ചേട്ടനാണ് ജയിക്കാൻ സാധ്യത എന്ന രീതിയിലൊക്കെ ഇതിനെ ഏതൊക്കെ രീതിയിലൊക്കെ അവതരിപ്പിക്കും നമുക്ക് രക്ഷയുണ്ടാവില്ല. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കാം നമ്മുടെ ഗോപിയാശൻ പറഞ്ഞത് ഇങ്ങോട്ട് ആരും വരണ്ടെന്നാണ്. സുരേഷ് ഗോപി ഇങ്ങോട്ട് വരണ്ട. അവസാനം നമ്മുടെ ഗോപിയാശനൊക്കെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലൊക്കെ സഹായിച്ച ഒരു ഡോക്ടറെ കൂടി നമ്മുടെ ഈ BJP പോയി പിടിച്ചു എന്നതാണ്. അവസാനം ഡോക്ടറെ കൊണ്ട് വിളിപ്പിച്ചു. അപ്പൊ തന്നെ ആദ്യം മകനാണത്ര ഉത്തരം പറഞ്ഞത്, ഇങ്ങോട്ട് വരണ്ട, അച്ഛന് താല്പര്യമില്ല. അവസാനം ഗോപിയാശനും കൂടി സംസാരിക്കേണ്ടി വന്നു. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഗോപിയാശൻ അറുത്ത് മുറിച്ച പോലെ പറഞ്ഞു, സുരേഷ് ഗോപി ഇങ്ങോട്ട് കയറി വരണ്ട, എൻ്റെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് ആ ഫോട്ടോ ഇട്ടുള്ള പ്രചാരണത്തിന് വേണ്ടിയിട്ട് എന്നെ ഒരു കരുവാക്കണ്ട എന്ന് ഗോപി ചേട്ടൻ പറഞ്ഞു. അങ്ങനെ ഗോപിയാശൻ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് അപ്പൊ തന്നെ ആ സംഗതി വിട്ടു എന്ന് മാത്രമല്ല, അപ്പോൾ ഒരു വേറെ ചോദ്യം കൂടി ചോദിച്ചു എന്നുള്ളതാണ്. അപ്പോ ഗോപിയാശൻ ഒരു പത്മഭൂഷണൊക്കെ വേണ്ടേ എന്നാ ചോദിക്കുന്നത്. ഇങ്ങനെ കിട്ടുന്ന പത്മഭൂഷണൊന്നും എനിക്ക് വേണ്ട എന്ന് കൂടി പറഞ്ഞു കളഞ്ഞു നമ്മുടെ ആ ഒരു നടന വൈഭവം ഗോപിയാശൻ. ഇത് എനിക്ക് തോന്നുന്നത് നിലപാടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ ഗോപിയാശൻ എന്ന് പറയുന്ന ആ ഒരു കഥകളി നടന്റെ അതിഗംഭീരമായിട്ടുള്ള ഇലക്ഷൻ കാലത്തെ നിലപാടാണ്. അതായത് കണ്ണി കണ്ട രാഷ്ട്രീയക്കാർക്ക് അനുഗ്രഹം വാങ്ങിച്ചു കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അനുഗ്രഹം കൊടുത്തുകൊണ്ട് തനിക്ക് ഒന്നും കിട്ടണ്ട. ഏതെങ്കിലും രാഷ്ട്രീയക്കാരുടെ കൈയും കാലും പിടിച്ചിട്ട് തനിക്ക് ഒരു അവാർഡും ഗവൺമെന്റിൻ്റെതായിട്ട് വേണ്ട എന്ന് കൃത്യമായിട്ട് തന്നെ നിലപാട് ഉറപ്പിച്ച് പറയാണ്. എന്തൊരു അഹന്തയാണെന്ന് വെച്ച് നോക്കൂ ഗോപിയേട്ടാ, നിങ്ങൾക്ക് അല്ലെങ്കിൽ ഗോപിയാശാനെ നിങ്ങൾക്ക് പത്മഭൂഷൺ വേണോ, അങ്ങനെ ഏതെങ്കിലും വലിയ ഇന്ത്യ ഗവൺമെന്റ് കൊടുക്കുന്ന അവാർഡ് വേണോ? ആ അവാർഡ് വേണമെങ്കിൽ സുരേഷ് ഗോപി ചേട്ടൻ ഒന്ന് അനുഗ്രഹിച്ചാൽ മതി. ആ അനുഗ്രഹം നേരെ തിരിച്ചുണ്ടായിരിക്കും. അതായത് ഈ BJP ഇപ്പൊ കാണുന്ന ഈ ഒരു ചെറിയ നേതാക്കന്മാരൊക്കെ വിളിച്ച് പറഞ്ഞാൽ മാത്രം കിട്ടാവുന്ന ഒരു അവാർഡായിട്ട് പത്മഭൂഷൺ എന്ന് പറയുന്ന ഈ അവാർഡിനെ തരം താഴ്ത്തി കളഞ്ഞിരിക്കുന്ന അർത്ഥം. അങ്ങനെ രാഷ്ട്രീയക്കാരുടെ ഇടപെടൽ കൊണ്ട് കിട്ടുന്ന ഒരു അവാർഡ് തനിക്ക് വേണ്ട എന്ന് പ്രഖ്യാപിക്കുന്നതോട് കൂടിയിട്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ ഗോപിയേക്കാൾ വളരെയധികം ഉയരത്തിൽ ഉള്ളൊരു വലിയ ഗോപിയായിട്ട് നമ്മുടെ ഗോപിയാശൻ മാറുന്നുണ്ട്. അതിഗംഭീരമായിട്ടുള്ള മറുപടി എന്നാണ് എനിക്കിതിനെ തോന്നിപ്പോയത്. രാഷ്ട്രീയ കാലഘട്ടത്തിലെ അല്ലെങ്കിൽ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലെ ഏറ്റവും മോശം പരിപാടി എന്ന് കൂടി ഇതിനെ പറയാം. കാരണം സുരേഷ് ഗോപി നേരിട്ട് അറിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ സുരേഷ് ഗോപിക്ക് വേണ്ടി വിളിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള ആളുകളാണ്. വിത്ത് ഹിസ് കൺസെന്റ് തന്നെ ആയിരിക്കും. എങ്കിലും വളരെ മോശം പരിപാടിയാണ് അവിടെ നടന്നത്. എന്തായാലും ഗോപിയാശൻ പറഞ്ഞ ഈ ഉത്തരം ഗംഭീരമായിട്ട് വൈറലായി. ആളുകൾ മുഴുവൻ, ഒരുപക്ഷെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒട്ടുമിക്ക സാംസ്കാരിക നേതാക്കന്മാർ മുഴുവൻ ഈ ഒരു ഫോട്ടോ പോസ്റ്റ് ഷെയർ ചെയ്യുന്നുണ്ട്. ഗോപിയാശൻ എന്ന് പറയുന്ന ആ മനുഷ്യന്റെ നിലപാടിനൊപ്പം കേരളം മുഴുവൻ നിൽക്കുന്നു വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ തൃശ്ശൂരത്തെ ജനങ്ങളെങ്കിലും ഈ സംഖ്യകളെ വെറുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഇതിന് എങ്ങനെയെങ്കിലും ഓടിപ്പിക്കണമെന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് ഗോപിയാശന്റെ അനുഗ്രഹം കിട്ടുകയാണെങ്കിൽ ഞാൻ പത്മഭൂഷൺ തരാമെന്ന രീതിയിലൊക്കെ ഇവരൊക്കെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. എന്തായാലും അതിഗംഭീരമായിട്ടുള്ള മറുപടി കൂടിയിട്ട് ഈ ഒരു ചാപ്റ്റർ അവിടെ അവസാനിക്കുന്നത് മാത്രമല്ല, തൊട്ട് പിന്നാലെ ഇതൊരു വലിയ ചർച്ചയായി മാറുന്ന കണ്ടപ്പോൾ ഗോപിയാശന്റെ മകൻ ആ ഒരു പോസ്റ്റ് പിൻവലിച്ചു. ഈ ഒരു പോസ്റ്റ് പല രീതിയിൽ ഉപയോഗിക്കുന്ന രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് പിൻവലിച്ചിരിക്കും. എന്തായാലും പോസ്റ്റ് സ്ക്രീൻഷോട്ടിലും കോപ്പിയായിട്ട് കേരളം മുഴുവൻ അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഒരു വിഷയത്തെക്കുറിച്ച്? നിങ്ങളുടെ അഭിപ്രായം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഗോപിയാശൻ ചെയ്ത പോലെ തന്നെ ഓടിച്ചു വിടേണ്ട ഒന്നല്ലേ ഇത്? ബൈ.